സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ്. 100 ചോദ്യങ്ങളാണുള്ളത്. ഇന്നത്തെ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 87 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നതാണ് ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ച് കാണാറുണ്ട്. ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓടക്കാലിയാണ്. ഓടക്കാലി എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആര്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്? മലനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ മലനാട്. അപ്പം മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണുള്ളത്. ഇതിൽ മലനാട് 75 മീറ്ററിൽ കൂടുതലും ഇടനാട് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളും തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്ററിൽ താഴെയുമാണ് വരുന്നത്. ഏത് ദിവസമാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. ഓപ്ഷൻ സി. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഒരു വശത്തേക്ക് മാത്രം ചലിക്കുവാൻ സാധിക്കുന്ന സന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധി. നമുക്കറിയാം കൈമുട്ട് കാൽമുട്ട് നമുക്ക് ഒരു വശത്തേക്ക് മാത്രമാണ് ചലിപ്പിക്കുവാൻ സാധിക്കുന്നത്. ആ സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? 90 കിലോമീറ്റർ ആണ്. 90 കിലോമീറ്റർ. അന്തരീക്ഷത്തെ 5 പാളികളായി തരംതിരിച്ചിരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അന്തരീക്ഷത്തെ എത്ര പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5 പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്. താപവ്യത്യാസം. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നടക്കുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ട്രോപ്പോസ്ഫിയർ. ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏത്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? മീസോസ്ഫിയറിലാണ്. മീസോസ്ഫിയറിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. മീസോസ്ഫിയർ.
1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 1 ഡിഗ്രി രേഖാംശം കടക്കാനായിട്ട് ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ് സമയമാണ് 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമി എടുക്കുന്നത്. 4 മിനിറ്റ്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്നത്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്നത് ഗിരികന്ധരങ്ങൾ എന്നാണ്. ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരമാണ് കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് നേപ്പാൾ ഹിമാലയം. നേപ്പാൾ ഹിമാലയം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് നേപ്പാൾ ഹിമാലയം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിക്കിം. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കേംബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേംബുൾ ലംജാവോ ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മണിപ്പൂരിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മണിപ്പൂർ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. പാമീർ പർവ്വതക്കെട്ടാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? 1919 ഏത് ദിവസമാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? ഒക്ടോബർ 17 ആണ്. ഒക്ടോബർ 17 ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. സുഗതകുമാരിയായിരുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് എന്ന് കമന്റ് ചെയ്യുക. നിലവിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം. ആരോഗ്യകരമായ നിലനിൽപ്പിന് ഒരു പ്രദേശത്തിന്റെ എത്ര ശതമാനം വനവിസ്തൃതി ഉണ്ടായിരിക്കണം? ആരോഗ്യകരമായ നിലനിൽപ്പിന് ഒരു പ്രദേശത്തിന്റെ എത്ര ശതമാനം വനവിസ്തൃതിയാണ് ഉണ്ടായിരിക്കേണ്ടത്? 33.3%. 33.3%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? മോസിൻഡ്രമാണ്. മോസിൻഡ്രം.
മേഘാലയയിലെ മോസിൻഡ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 368. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആര്? ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഏത് വർഷമാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിച്ചത്? 2014 2014. ഒരു ബിൽ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഒരു ബില്ല് അത് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആർക്ക്? ലോകസഭാ സ്പീക്കറിനാണ്. ലോകസഭാ സ്പീക്കർ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. ഓപ്ഷൻ സി PV നരസിംഹറാവു. ഡിസംബർ 10 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ. ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 10° ചാനൽ. 10° ചാനൽ. ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 10° ചാനൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. 35 വയസ്സ്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം ഏത്? കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം ഏത്? ആന്ത്രസൈറ്റ് ആണ്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം ആന്ത്രസൈറ്റ്. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ്. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന അലോട്രോപ്പ് ഏത്? കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന അലോട്രോപ്പ് ഫുള്ളറിൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫുള്ളറിൻ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ ആണവ നിലയമാണ്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. താരാപൂർ ആണവ നിലയം, മഹാരാഷ്ട്ര. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശില കായാന്തരിത ശിലയാണ്. ഓപ്ഷൻ സി, കായാന്തരിത ശില.
ത്രിഫല എന്നറിയപ്പെടുന്ന ഔഷധക്കൂട്ടിൽ ഉൾപ്പെടാത്തത് ഏത്? ത്രിഫല എന്നറിയപ്പെടുന്ന ഔഷധക്കൂട്ടിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഗ്രാമ്പുവാണ്. ഗ്രാമ്പു. ത്രിഫല ഏതൊക്കെ ചേർന്നതാണ്? കടുക്ക, താന്നിക്ക, നെല്ലിക്ക. ഇത് മൂന്നിനും കൂടിയുള്ള പേരാണ് ത്രിഫല എന്നത്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക. അടുത്ത ചോദ്യം. ഭരണഘടനാ ഭേദഗതികളെയും വകുപ്പുകളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാർലമെന്റ് അംഗീകരിച്ചു. ഭരണഘടനയുടെ ഭാഗം 4A നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ എന്താണ്? ശരിയാണ്. 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നു. ഏതനുച്ഛേദം? അനുച്ഛേദം 24. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാർലമെന്റ് അംഗീകരിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളുള്ളത്. ഭാഗം 4A എന്താണ് വരുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത്? ടെക്നീഷ്യമാണ്. ഓപ്ഷൻ സി ടെക്നീഷ്യം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കോന്നി. ഭാരത സർക്കാർ സിനിമയെ ഒരു വ്യവസായമായി അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷം ഏത്? 2001 2001 ഭാരത സർക്കാർ സിനിമയെ ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു. 1ാം സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. WC ബാനർജിയായിരുന്നു 1ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. INC അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായരാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു. 1ാം സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. WC ബാനർജിയായിരുന്നു 1ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. INC അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായരാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മുകളിൽ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആര്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഡ്രൂമി 1 വിക്ഷേപിച്ച രാജ്യം. ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം. റൂമി 1 വിക്ഷേപിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ.
നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നത് ഏതിൻ്റെ പുതിയ പേരാണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നത് ഏതിൻ്റെ പുതിയ പേരാണ്? വന്ദേ ഭാരത് മെട്രോ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1-നാണ് ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. ഓപ്ഷൻ സി 2024 ജൂലൈ 1. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ്. കാൽഷ്യം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് കലോറി. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. ഒരു സംസ്ഥാനത്തെ നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഒരു സംസ്ഥാനത്തെ നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്. ഒരു സംസ്ഥാനത്തെ നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ്. ഓപ്ഷൻ ബി ശിവശക്തി പോയിന്റ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6. ഇന്ത്യയുടെ സമുദ്രതീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ സമുദ്രതീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ഏത്? ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക് ഇരവികുളം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഓപ്ഷൻ സി മുഖ്യമന്ത്രി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം കിലയാണ്. കില. ഓപ്ഷൻ ബി കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എൽ നിനോ പ്രതിഭാസം പ്രധാനമായും ഏത് സമുദ്രത്തിലാണ് അനുഭവപ്പെടുന്നത്? എൽ നിനോ പ്രതിഭാസം പ്രധാനമായിട്ടും അനുഭവപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ് എൽ നിനോ പ്രതിഭാസം പ്രധാനമായിട്ടും അനുഭവപ്പെടുന്നത്. പസഫിക് സമുദ്രം. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം
ആറളം. ഉജ്ജിനി തണ്ണീർത്തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉജ്ജിനി തണ്ണീർത്തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഉജ്ജിനി തണ്ണീർത്തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആര്? ഝാൻസി റാണിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഝാൻസി റാണി. ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥകളെ സംബന്ധിച്ച് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു: ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, കോൺവാലിസ് പ്രഭു; റയറ്റ് വാരി സമ്പ്രദായം, തോമസ് മൺട്രോ; മഹൽ വാരി സമ്പ്രദായം, ഹോൾട്ട് മക്കിൻസി. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? കോൺവാലിസ് പ്രഭുവാണ്. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺട്രോയാണ്. മഹൽ വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കിൻസി. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് അനുച്ഛേദം 21 പ്രകാരമാണ്. അനുച്ഛേദം 21. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ്. ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ധൻബാദ് ആണ്. ധൻബാദ്. ജാർഖണ്ഡില് ധൻബാദ് ആണ് ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന പദവി ലഭിച്ചത് ഏത് ബീച്ചിനാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ഓപ്ഷൻ ഡി, അഴീക്കോട് മുനയ്ക്കൽ ബീച്ച്. ദേശീയ ബാലികാ ദിനം ഇന്ത്യയിൽ എന്നാണ് ആചരിക്കുന്നത്? ദേശീയ ബാലികാ ദിനം ജനുവരി 24. ദേശീയ ബാലികാ ദിനം ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി 2009 പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിനെയാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയിലെ ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2009 ആണ്. 2009. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. പറക്കും സിംഗ്, ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ് ആണ്. മിൽഖ സിംഗ്. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ജർമ്മനി. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് സമുദ്രഗുപ്തനാണ്. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? സമുദ്രഗുപ്തൻ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി പദവി ലഭിച്ച ഇന്ത്യൻ നഗരം. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ലക്നൗ ആണ്. ഓപ്ഷൻ സി, ലക്നൗ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ്? ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടത്തിനെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കൃഷിയിടം. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദമഠമാണ്. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദമഠം.
നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ആര്? നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ ആണ്. ഓപ്ഷൻ ബി തോമസ് ഓസ്റ്റിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രേലിൻ ആണ്. ഗ്രേലിൻ. ഓപ്ഷൻ ബി ഗ്രേലിൻ. 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം. എന്നാണ് 2020 ജൂലൈ 3. ഏത് ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? രക്തത്തിന്റെ pH മൂല്യം 7.4. രക്തത്തിന്റെ pH മൂല്യം 7.4. അരയ സമാജം സ്ഥാപിച്ചത് ആര്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്? 9 സംസ്ഥാനങ്ങളുമായിട്ടാണ്. 9. 1857 വിപ്ലവത്തിന്റെ കേന്ദ്രങ്ങളും നേതാക്കളും ശരിയായിട്ട് ജോഡി ചേർത്തത് ഏത്? തന്നിരിക്കുന്നു. ലക്നൗ, ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാർ കൻവർ സിംഗ്, ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്. ശരിയായ ഉത്തരം ഏത്? ഓപ്ഷൻ ഡി ആണ്. നൽകിയിട്ടുള്ള 4 ജോഡികളും ശരിയാണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഹാറിലെ കൻവർ സിംഗ്, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്, കാൺപൂരിലെ നാനാ സാഹിബ്. ISROയുടെ ശുക്ര പര്യവേഷണ ദൗത്യത്തിന്റെ പേര്. ISROയുടെ ശുക്ര പര്യവേഷണ ദൗത്യത്തിന്റെ പേര് ശുക്രയാൻ 1. ശുക്രയാൻ 1. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യം ആദിത്യ L1. ആദിത്യ L1. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെബിയുടെ ആസ്ഥാനം മുംബൈ. കേരള PSCയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള PSCയുടെ ആസ്ഥാനം പട്ടം. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം. അവസാനത്തെ ചോദ്യം, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.